ഹലോ ഗായ്സ്, അപ്പം കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, ഭയങ്കര ബിസിയാണ് ഗായ്സ്. അപ്പൊ ഗായ്സ്, ഇന്നെന്താ വിശേഷം അറിയോ? കടകണക്കുടിയിൽ സൽക്കാരാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇപ്പൊ പോവാണേ. അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ. നമുക്ക് അങ്ങോട്ട് പോയാലോ ഗായ്സ്? അപ്പൊ ഞങ്ങള് വാട്ടർസൊക്കെയാണ് കേട്ടോ പോണത്. നിങ്ങളവിടെ റോഡിന്റെ അവിടെ ഇരിക്കാന് ഒരു പലക ഉണ്ടാക്കി കണ്ടില്ലേ? മൺകാക്കു ചെങ്ങായിമാരും ഉണ്ടാക്കിയതാണ്. അപ്പൊ ഏതായി ഞങ്ങള് കടന്ന വീട്ടില് ഓട്ടോറിക്ഷയിൽ എത്തിയിരിക്കണേ. വന്നപ്പോ ഓരോരുത്തര് അവനാന്റെ പണിയിലാണ് കേട്ടോ. പരിപാടിയൊക്കെ പൊളിച്ചോറയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണേ. ഞങ്ങളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഒളിച്ചോറയിലാണ് കേട്ടോ ഉണ്ടാക്കല്. എന്നൊക്കെ ഇപ്പൊ കാക്ക സെറ്റാക്കിക്കൊണ്ട് നിൽക്കണേ. ഒരു ഭാഗത്ത് ബീഫ്, ഒരു ഭാഗത്ത് ചിക്കൻ ഒക്കെ ഉണ്ട്. അതേമാതിരി കാടിയും കോഴിയും ചെമ്മീനും അതേമാതിരി ചോറും മന്തിയും എല്ലാം ഉണ്ടായിട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടായിട്ടോ. ഏതായാലും സംഭവം പൊള്ളി കഴിഞ്ഞേ. ആലുകാക്കന്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ ഞങ്ങള്? എന്റെ മമ്മി, എന്റെ കുഞ്ഞമ്മ താത്തയും എല്ലാരും ഇവിടെ ചെമ്മീനൊക്കെ റെഡിയാക്കി നിൽക്കണേ. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങൾ ആലോചിച്ച് തന്നെ പുണ്ണാക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ടേസ്റ്റ് കാഴ്ച ഹലുവയാണേ. എനിക്ക് ഇന്നത്തെ റെസിപ്പിയിൽ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടേ. ഞാൻ ഇത് നല്ലോണം കഴിച്ചിരിക്കുന്നു കേട്ടോ. ഇവരാണ് കേട്ടോ നമ്മളെ ചോറ് വെക്കുന്ന ആൾക്കാര്. ഒരു പുള്ളിപ്പാടത്തുള്ള കാക്കാലാണ് കേട്ടോ. ഗായ്സ്, ഇപ്പഴത്തെ നമ്മളെ ഫ്രിഡ്ജില് മുടുകും വെച്ചേക്കാണേ. ഒക്കെ സെറ്റാണ് കേട്ടോ. പല വിധത്തിലുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മളെ ആലിക്കാക്ക. കുഞ്ഞാണി കാക്കു കുറെ വെട്ട കാടമുട്ടയൊക്കെ പൊളിച്ചിരിക്കാക്കു. മുട്ട പൊളിച്ചിരുന്നതൊന്നും കാണണില്ല. കാക്കു തിന്നുന്നുണ്ടോന്ന് സംശയമുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മച്ചി മാങ്ങ ജ്യൂസൊക്കെ അടിച്ചിരിക്കണം കേട്ടോ. അപ്പം അമ്മച്ചി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുത്തോണ്ട് നിൽക്കണേ. അപ്പൊ ഗൈസ്, നമ്മളെ കുഞ്ഞാളാണ്ടിൻ്റെ ഓടുന്ന എല്ലാരും വരാനായിക്കണം കേട്ടോ. വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ. എൻ്റെ അമ്മായിയും എൻ്റെ ഉമ്മമ്മയും നമ്മളെ കരണത്തെ എല്ലാരും എത്തിക്കണം കേട്ടോ. കുഞ്ഞോളാണ്ടിന്റെ വീട്ടിൽ നിന്നുണ്ടോ ആൾക്കാർ വരാനില്ലേ. ഒളിച്ചോറിയിൽ പരിപാടി ആയതുകൊണ്ട് എല്ലാവർക്കും വർത്താനം പറഞ്ഞിരിക്കാനായ. ഏതായാലും ഇതൊക്കെ എൻ്റെ അമ്മായാളും കുഞ്ഞാമാരും ആണ് കേട്ടോ. എൻ്റെ ഷെല്ലും താത്തിയും എല്ലാരും ഉണ്ട് കേട്ടോ. ഇതങ്ങളെ കുഞ്ഞാമിയാണ് കേട്ടോ. എല്ലാരും വരുന്നോണ്ടൊക്കെ നോക്കിക്കാണ്. അതിൻ്റെ ഒരു കാര്യം പറയാനാണ് പറഞ്ഞല്ലോ. എന്താ അറിയോ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് മാത്രമല്ല കേട്ടോ, ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അങ്ങനെയുള്ള നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ പള്ളിപ്പുറത്തെ കുഞ്ഞാമ്മയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത്. കുഞ്ഞാമ്മക്ക് കുറവായതുകൊണ്ട് ബാഗ് കൂടെ കേട്ടോ കേറുന്നത്.
വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഗൈസ് അവിടെ എത്തിട്ടോ. ഇവരൊക്കെ വയനാടുള്ളതാണ് കേട്ടോ. വയനാട്ടിൽ നിന്നാണ് എല്ലാരും വരുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് കുഞ്ഞുള്ളാണ്ടിനോട് എന്നിട്ടോ സൽക്കാരം. അങ്ങനെ ഗൈസ് നമ്മൾ ഓടിച്ചോടയിലതാ സെറ്റാക്കി കണ്ട് നിൽക്കണ്ടേ. ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കട്ടോ ടേബിളുമ്മക്ക്. ഏതായാലും കൊറേ ആൾക്കാർ കണ്ടില്ലേ സപ്ലൈക്ക് നിക്കണേ. കാക്കാതെ ടോബലൊക്കെ ചെമ്മി ഫ്രൈ ആണ് കേട്ടോ. എന്റെ ഇപ്പച്ചൊക്കെ ഭയങ്കര തിരക്കിലാണ്. കുഞ്ഞുണികാക്കും ഫൂസ് റെഡിയാക്കണ തിരക്കിലാണ്. ഗായ്സ് ഒരു ഭാഗത്ത് ഇവിടെ പുഡിങ്ങൊക്കെ സച്ചാണ്. നിങ്ങൾ കണ്ടില്ലേ പഴയ കളറുള്ള പുഡിങ്. എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇതൊക്കെ. എല്ലാരും ചോറ് വെച്ച് കഴിഞ്ഞിട്ട് തിന്നണം വിചാരിച്ച് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ പുയിമാമയൊക്കെ നല്ല വീഡിയോ നല്ല തിരക്കിലാണ്. അങ്ങനെ ഗായ്സ് എല്ലാരും ചോറ് എടുക്കൽ തുടങ്ങിട്ടോ. ഇതൊക്കെ കുഞ്ഞോളാണ്ടിന്റെ കസിൻസ് ആണ്. ഇവരൊക്കെ ചോറ് കഴിച്ചപ്പോ വീഡിയോ എടുക്കാന് അവർക്ക് മടിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആരും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ലേ. അവരൊക്കെ വയറും നിറച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ. എല്ലാവർക്കും കൊണ്ടുപോകാനുണ്ടായില്ലേ. ഇവരൊക്കെതാ അടുത്ത ട്രിപ്പിന് റെഡിയായി നിൽക്കട്ടോ. സത്യം പറഞ്ഞ എല്ലാവർക്കും വിശന്നിക്കിട്ടോ നല്ലോണം. ഇത് ഞങ്ങൾ പാട്ട് പാടുന്ന പാപ്പിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഓടിച്ചോടിന്റെ മുതൽ.